അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിർ ലൈലി അലൻ നഹാർ മാഷാ അല്ലാഹു കാൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനസ്തഹ്ദിഹി വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുത്ത് മരിച്ചു പിരിയാൻ സാധിക്കുന്ന തഖ്വയുള്ള ദാസന്മാരിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മരണം പുൽകുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് കണ്ണിൽ കാണിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റനേകം രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ അള്ളാഹു മനുഷ്യജീവിതത്തിൽ പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ദുർഗണത്തെക്കുറിച്ച് ആയിരുന്നു നമ്മുടെ ചർച്ച. നിങ്ങൾ മറന്നിട്ടുണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നു. അഥവാ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന അതിൻ്റെ ശിക്ഷ. ഒന്നാമത്തെ ശിക്ഷ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത് റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ അകറ്റിക്കളയും. രണ്ടാമത്തത് മലക്കുകളുമായുള്ള ബന്ധം മലക്കുകൾ വിടർത്തും പരദൂഷണം പറയുന്നവരോട്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് മരണസമയത്ത് ശക്തമായ വേദന അനുഭവിപ്പിച്ച് കൊണ്ടുപോകും. നാലാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹു നമ്മുടെ നേരെ നരകത്തെ അടുപ്പിക്കും. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയും. ആറാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹു ചെയ്യുന്ന മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം തകർത്തെറിയും. നമസ്കാരവും നോമ്പും സക്കാത്തിൻ്റെ ഒക്കെ കൂലി നഷ്ടപ്പെടും. ഗീബത്തും പരദൂഷണവും പറയാതെ നാവിനെ സൂക്ഷിക്കുക. അതുപോലെ മലക്കുകളുടെ ഭൂമിയിലുള്ള നമ്മുടെ സംരക്ഷണം അള്ളാഹു എടുത്തു കളയും. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് മലക്കുകളുടെ സംരക്ഷണത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് കണ്ടുണ്ടാവും പാലക്കാട്, അല്ലേ? 4 പെൺകുട്ടികളെ 2 ലോറി തമ്മിൽ കൂട്ടിയിടിക്കുകയും
ഒരു സിമന്റ് ലോറി ആ കുട്ടികളുടെ ശരീരത്തിലേക്ക് പതിക്കുകയും ചെയ്തു. 4 പേരും അതിനിടയിൽപ്പെട്ട് യാത്രയായി. അള്ളാഹു ആ കുട്ടികൾക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അള്ളാഹു മലക്കുകളുടെ ഹഫലത്ത് സംരക്ഷണം എടുത്തു കളഞ്ഞതാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഒരു മലക്കുകളുടെ സംരക്ഷണം കൊണ്ടാണ് ഈ ഭൂമിയിലൂടെ നടക്കുന്നത്. ഓരോ സ്കൂട്ടറും പോകുമ്പോൾ റബ്ബിന്റെ മലക്കുകളുടെ ഹഫലത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും. മുന്നിൽ പോകുന്ന ചെറുപ്പക്കാരൻ്റെ സ്പീഡും അവൻ്റെ ഫോൺ വിളിയും അവൻ്റെ സംസാരവും ഒക്കെ കാണുന്ന ബാക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഹഫലത്ത് ശരിക്കും ബോധ്യപ്പെടും. പക്ഷേ ഗീബത്തും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം എടുത്തു കളയും. ഇത് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഇനി അതിലും വലിയൊരു മനുഷ്യന്റെ ദുസ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതും മനുഷ്യരെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്ന ദുസ്വഭാവമാണ്. അത് ഭൂമിയിൽ ആദ്യമായി മനുഷ്യന് സമ്മാനിച്ചത് മനുഷ്യന്റെ ജന്മശത്രുവായ ഇബ്ലീസാണ്. ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു, മലക്കുകളെ അള്ളാഹു സർവസ്വ അറിവും നൽകി ആദരിച്ചു. അല്ലേ? മലക്കുകളെക്കാൾ അറിവ് മനുഷ്യൻക്കുണ്ട്. ആ അറിവാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത്, വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. ആദം നബിക്ക് അള്ളാഹു അറിവിന്റെ എല്ലാ മേഖലകളും അള്ളാഹു പഠിപ്പിച്ചു. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, എല്ലാം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു മനുഷ്യനെ ആദരിച്ചു. ആ സമയത്ത് മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം. അള്ളാഹു അനുഗ്രഹിച്ച ആദരിച്ച മനുഷ്യന് സാഷ്ടാംഗത്തിൻ്റെതായ സുജൂദ് ചെയ്യണം പറഞ്ഞു. വിനയം കാണിക്കാൻ, വിനയത്തോടുകൂടി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫസജദു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് മനുഷ്യന്റെ മുമ്പിൽ, മലക്കിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചില്ല. അവൻ പറഞ്ഞു അബാ. അള്ളാഹു തന്നെ പറയാണ്, അവൻ വിസമ്മതിച്ചു അള്ളാഹിന്റെ കൽപ്പന. വസ്തക്ബറ, അഹങ്കരിച്ചു. ഇതാണ് ഇന്നത്തെ വിഷയം. അവന്റെ അഹംഭാവം നടിച്ചു, അഹങ്കരിച്ചു. വക്കാന മിനൽ കാഫിരീൻ, അങ്ങനെ അവൻ കാഫറായി. അതിന്റെ അർത്ഥം എന്താ? അഹംഭാവമുള്ളവൻ കാഫറാവും. വലിയ ഗുരുതരമായ വിഷയമാണ്. ഒരു 95% ആളുകളെയും കാർന്നു തിന്നുന്ന ഒരു ദുസ്വഭാവമാണ് ആണിനെയും പെണ്ണിനെയും പിടികൂടും. അത്രയും അപകടകാരിയായ ഒരു ദുസ്വഭാവമാണ് എന്ത്? അഹങ്കാരം. അതാദ്യം നമുക്ക് നൽകിയത് ഇബ്ലീസാണ്. അപ്പോൾ ഇബ്ലീസിന്റെ അനുയായികളായ എല്ലാ മനുഷ്യർക്കും ഈ അഹങ്കാരം ഉണ്ടാവും, ഞാനെന്ന ഭാവം. അത് പല തരത്തിലുണ്ട്. നമുക്ക് അല്പം നോക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ വിശ്വാസം, മനുഷ്യന്റെ സംസ്കാരം, മനുഷ്യന്റെ ദീന് എല്ലാം നശിപ്പിക്കുന്ന അഹങ്കാരം. വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അഹങ്കാരിക്ക് അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയില്ല. അഹങ്കാരിയായ ആണിനും പെണ്ണിനും അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയില്ല. നിങ്ങളെ കൽബിൽ എത്രത്തോളം ഈമാൻ ഉണ്ടോ അത്രത്തോളം അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ. ഈമാൻ കൽബിൽ പ്രവേശിക്കുന്നതനുസരിച്ച് കിബർ ഒഴിഞ്ഞു പോകും, ഞാനെന്ന ഭാവം. അല്ലേ? എന്താ കാരണം? നമ്മളൊക്കെ ഇപ്പം എന്തൊക്കെയോ കഴിവുള്ളവരാണെന്നാണ് നമ്മളെ ധാരണ. എന്നാ അള്ള പറഞ്ഞതോ, ഖുലിഖൽ ഇൻസാനു ലഈഫ, അങ്ങേയറ്റത്തെ ദൗർബല്യത്തോടു കൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. വല്ലാത്ത ബമ്പത്തരവും പോക്കിരിത്തവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഒരൊറ്റ റഹ്മത്ത് അള്ളാഹു എടുത്തു കളഞ്ഞാൽ, നിന്നുകൊണ്ട് പോക്കിരിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനക്ക് ഇരിക്കാൻ കഴിയില്ല. ഇരുന്ന് പോക്കിരിത്തം പറയുന്ന ബമ്പത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് കിടക്കാൻ കഴിയില്ല. അല്ലേ? കുഴഞ്ഞു വീഴും. നമ്മൾ കാണില്ലേ? വലിയ ബമ്പത്തരവും പോക്കിരിത്തരവും ഒക്കെ പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ടായി. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു, ഒരു ഭാഗം ചുണ്ട് കോടി. അല്ലേ? സംസാരിക്കാൻ കഴിയാണ്ടായി. അതുവരെ ബമ്പത്തരം പറഞ്ഞ ആളാ. ഇതൊക്കെ നമ്മൾ നിത്യം കാണുന്നുണ്ട്. നമ്മൾ ആ രോഗത്തിന് എന്താ പറയുക? സ്ട്രോക്ക്. അല്ലേ? ഒരു ഭാഗത്തേക്ക് കൂടിപ്പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. വലിയ ബമ്പത്തര, എന്നോട് കളിച്ചാൽ എന്നൊക്കെ പറയാം. അല്ലേ? അഹങ്കാരി എപ്പോഴും അങ്ങനെ അഹങ്കാരത്തൊട്ട പറയാം. എന്നോട് കളിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. ഇതൊക്കെ അഹങ്കാരിയുടെ ശബ്ദ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഹങ്കാരത്തെ പറ്റി റസൂലുള്ള പറയാണ്, ലാ യദ്ഖുൽ ജന്ന,
അവർ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പൊ പോക്കണം. ആര്? മൻകാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, അണു അളവ് അഹങ്കാരം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഓ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ പോക്കൽ നിർബന്ധമായില്ലേ? ഇങ്ങനെ ലാ യദ്ഖുൽ ജന്ന, സ്വർഗത്ത് കടക്കൂല. ആര്? മൻ, ഒരാൾ കാന ഫീ ഖൽബിഹി, അവന്റെ കൽബിൽ ഉണ്ട് മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, ഞാനെന്ന ഭാവം അണു അളവ്. ആണിലുണ്ടാവും പെണ്ണു. ഒരു ഡ്രസ്സ് മാറ്റിയാൽ മതി, എപ്പോഴേക്കും നമ്മൾക്ക് അഹങ്കാരം വരും. അതാണോ അഹങ്കാരം? യഥാർത്ഥ അഹങ്കാരം തന്നെ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹ് സ്വർഗത്ത് കയറ്റാത്ത അഹങ്കാരം അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ചില അഹങ്കാരങ്ങളുണ്ട്. നല്ലൊരു ഡ്രസ്സ് ധരിച്ചാൽ കണ്ണാടിയിൽ നോക്കി സ്വന്തം ചിരിക്കുക, ഇതൊന്നും അഹങ്കാരമല്ല. അത് ഓൻ്റെ തബിയത്താണ്, ഓൻ്റെ പ്രകൃതമാണ്, അല്ലേ? നല്ലൊരു ഷൂസ് ചവിട്ടിയാൽ അതിലൊരു അഹങ്കാരം, നല്ലൊരു വാഹനം വാങ്ങിയാൽ അതിലൊരു അഹങ്കാരം, നല്ലൊരു വീട്ടിൽ ഉണ്ടാക്കിയാൽ അതിലൊരു അഹങ്കാരം, അതൊക്കെ മനുഷ്യ സഹജമായി ഉണ്ടാവും. അതിനൊക്കെ അള്ളാഹു സ്വർഗത്ത് കയറ്റില്ല പറഞ്ഞാൽ നമ്മൾ ഇടങ്ങാറാവും, അല്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ വിഷയത്താന്ന് നോക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഒരണു അളവ് അഹങ്കാരം ഉണ്ടായാൽ സ്വർഗത്ത് കയറാൻ കഴിയില്ല. ഇത് പറഞ്ഞപ്പം സഹാബത്ത് ചോദിച്ചു. എന്താ ചോദിച്ചറിയോ? ഇന്ന റജുല യുഹിബു, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു ആ യകൂന സൗബുഹു ഹസന, അദ്ദേഹത്തിന്റെ വസ്ത്രം ഏറ്റവും മുന്തിയതാവാൻ. അത് കിബറാവുമോ? അത് അഹങ്കാരാണ്. അതൊക്കെ നമുക്കൊക്കെ ഇല്ലേ? സൗബു ഹസനൻ നായിരു ഹസനൻ, നല്ല വിലപിടിപ്പുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് കിബറാണോ? വസ്ത്രം നന്നായി നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നത് കിബറാണോ? നല്ലൊരു ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു കിബറാണോ? ഇനി ഓരോന്നോരോന്ന് ചോദിക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം കേട്ടാൽ മതിയല്ലോ നമുക്ക്, അല്ലേ? അപ്പൊ റസൂൽ പറയാം, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു അഴകുള്ളവനാണ്. വഇന്നല്ലാഹ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു അഴകിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വിരോധമില്ല. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലല്ലേ? നല്ല വസ്ത്രം ധരിക്കാം, അഹങ്കാരം ഉണ്ടാവരുത്. നല്ല ചെരുപ്പ് ധരിക്കാം, അഹങ്കാരം ഉണ്ടാവരുത്. നല്ല വാഹനം ഉപയോഗിക്കാം, അഹങ്കാരം ഉണ്ടാവരുത്. നല്ല വീട് ഉപയോഗിക്കാം, അഹങ്കാരം ഉണ്ടാവരുത്. അഹങ്കാരം ഇല്ലാണ്ടതൊക്കെ ഉപയോഗിക്കാം. ഇതാ എന്നിട്ട് റസൂലിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് കിബർ? അൽ കിബറു, കിബർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതിന്റെ യഥാർത്ഥ ഉത്തരം ബത്റുൽ ഹക്ക്, സത്യത്തെ തള്ളിക്കളയാം. മനസ്സിലാക്കിയ സത്യം ജീവിതത്തിൽ പാർത്താടെ തള്ളുക, അതാണ് കിബർ. വഹംതിന്നാസ്, ജനങ്ങളെ കണ്ടാൽ നിസ്സാരമാക്കുക, ചെറുതാക്കുക. ഓനൊന്നും നമ്മക്ക് കൂടാൻ പറ്റിയ ആളല്ല, ഓൻ്റെ അടുത്തൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഓനൊന്നും അത്ര വലിയ കഴിവുള്ളവനല്ല. ഒന്നുകിൽ സാമ്പത്തികമാവാം, അല്ലെങ്കിൽ തറവാടാവാം. ഇങ്ങനെ മനസ്സ് തോന്നുക. ഏത്? നമുക്ക് കൂട്ടുതരാൻ പറ്റിയ ബന്ധമല്ല. ഇപ്പൊ റസൂലിന്റെ വിവാഹം പോലും കഴിക്കുമ്പോൾ എന്താ പറഞ്ഞത്? റസൂൽ എന്താ പറഞ്ഞത്? ലാ തസവ്വജൂഹുന്ന ലി ഹസ്ബിഹിന്ന, തറവാട് നോക്കി കല്യാണം കഴിക്കരുത് നബി പറയാം. മുസ്ലിങ്ങളുടെ പറഞ്ഞു. പക്ഷെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഇന്നും ഖിയാമത്ത് വരെ പോകാത്തൊരു ദുസ്വഭാവം അത് തറവാട്. ഖിയാമത്ത് വരെ പോകില്ല എന്ന് റസൂൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. തറവാട് എന്നാൽ തറവാട് നോക്കണം, കല്യാണത്തിൽ നോക്കണം. ഏതാ തറവാട്? അള്ളാന്റെ ദീന്, അല്ലേ? നല്ല ദീനുള്ള കുടുംബം, സാലിഹ്യങ്ങളായ ആളുകളുടെ ഉള്ള കുടുംബം, അത് നോക്കണ്ടേ? അത് നോക്കിയാലേ ആ കുടുംബത്തിൽ നിന്നുണ്ടാവുള്ളൂ സംസ്കാരമുള്ള കുട്ടികളുണ്ടാവുള്ളൂ, ദീനുള്ള കുട്ടികളുണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ അത് നോക്കണം. അതല്ല ഇവിടുത്തെ നമ്മൾ പറയുന്നത് തറവാടിത്തം. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ പിറന്നുപോയി എന്നതാ കാരണം, അല്ലേ? ഏതോ ഒരു ഡോക്ടർ ഉള്ള കുടുംബം, അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലുള്ള കുടുംബം, അല്ലെങ്കിൽ ഒരു പ്രൊഫസറുള്ള കുടുംബം, അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ നല്ല ആളാണ്, ഒരാൾ ആ കുടുംബത്തിന്റെ വേറൊരാൾ നല്ല പൈസക്കാരനാണ്, അയാൾ വലിയ വീട്ടുകാരനാണ്. ഇവലൊക്കെ ഇപ്പൊ തറവാട്ടുകാർ. അതാണ് നമ്മളെ ഭാഷയിലെ തറവാട്. ഇസ്ലാമിന്റെ തറവാട് എന്താ? സാലിഹ്യങ്ങളായ കുടുംബം, ദീനുള്ള കുടുംബം. അതുകൊണ്ടല്ലേ ഫലുഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള കുടുംബത്തിന് കല്യാണം കഴിച്ചാലേ വിജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പരാജയപ്പെടും. സംശയിക്കണ്ട, ആര് ചോദിച്ചാലും. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അതൊന്നും നോക്കൂല. നമ്മളെ നോക്കുന്നത് എന്താ? ഒന്നോളം തൊലിവെളുപ്പ്, അല്ലേ? എല്ലാ ചെറുപ്പക്കാരും നോക്കുന്ന ഒരു സാധനം എന്ത്? തൊലിവെളുപ്പ്. അതൊരു തീപ്പൊള്ളിയാൽ എന്തായി? ഒന്ന് മുഖന്ന് തീപ്പൊള്ളി എന്തായി? കഴിഞ്ഞില്ലേ കഥ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് റസൂൽ എന്ന് പറഞ്ഞു, ലാ തസവ്വജൂഹുന്ന ലി ജമാലിഹിന്ന, തൊലിയഴക് കണ്ട ആരും വിവാഹം കഴിക്കരുത്. റസൂൽ നിർദ്ദേശിച്ച
ഇതൊക്കെ നമ്മളില്ല. എന്താ കാരണം? നമ്മൾ അള്ളാഹും റസൂലും പറഞ്ഞ സത്യങ്ങൾ എടുക്കൂല. ഇപ്പൊ എന്തായി? പാരത്ത കിബിർ അൽ കിബിറു ബത്തുൽ ഹക്ക്, അള്ളാഹും റസൂലും പഠിപ്പിച്ച ഹക്കിന് തള്ളുക, അതാണ് കിബിർ. അത് നമുക്കില്ലേ? അല്ലാണ്ട് ഒരു വില കൂടിയ കുപ്പായിട്ട് നല്ലൊരു കാറിൽ വന്നാൽ ഓൻ്റെ ഒരു കിബിറുണ്ടോ? ഓ കിബിറല്ലോ സാധുവാ. ഓൻ അള്ള കൊടുത്ത നിയമത്തെ അമ്മാബി നിയമത്തി റബ്ബിക്ക ഫഹദ്ദിസ്, അള്ളാഹു ഓന് കൊടുത്ത അനുഗ്രഹം ഓന് അനുഭവിച്ചതാണ്, അല്ലാണ്ട് ഓന് തെറ്റും ചെയ്തില്ല. പക്ഷെ നമ്മളുള്ളിലുള്ള എന്താ? നമ്മളുള്ളിലുള്ള അള്ളാന്റെ കൽപ്പന ധിക്കരിക്കുക. ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞത് തറവാട് നോക്കരുത്, ദീൻ നോക്കണം. നമ്മൾ തള്ളി, നമ്മൾ കിബറന്മാരാ. ലാ യദ്ഖുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കയറൂല ആര്? മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ, ഒരു കടുക് മണി തൂക്കുന്ന ഒരു ഹദീസ്. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞ ഒരു അണുമണി തൂക്കുന്ന പേര്. അണുമണി തൂക്കുന്ന കണ്ണിന്റെ ഏത് ബൈനോക്കുലർ വെച്ച് നോക്കിയാലും കാണാത്ത അത്ര സൂക്ഷ്മമായ അവസ്ഥ കൽബിലുണ്ടെങ്കിൽ ഓൻ സ്വർഗ്ഗത്തിൽ കയറൂല. പിന്നെ നമ്മൾ സ്വർഗ്ഗത്തിൽ കയറ്റണമെന്ന് വേറൊരു കാര്യമുണ്ടോ? അപ്പൊ എന്ത് വേണം? അവിടെയും ഇപ്പൊ തൗബ വേണം, അല്ലേ? ചെയ്തു പോയി, വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തു പോയി, അഹങ്കാരം വന്നു, ഫഹ്ർ വന്നു, സാരില്ല, നമുക്ക് രക്ഷപ്പെടാം. തൗബ ചെയ്യാൻ അല്ലാഹു കവാടം മടക്കൂല. ഏതുവരെ? ഹത്താ തത്ലു ശംസ് മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ മനുഷ്യന്റെ തൗബ അല്ല തടിയില്ല. അത്രയും വിട്ടുവീഴ്ച അല്ല ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത് കോടതിയിലേക്ക്. എന്നിട്ട് അള്ളാഹിനോട് അവിടെ വന്നിട്ട് പരാതി പറഞ്ഞാൽ കഴിച്ചില്ലാവില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഓൻ്റെ ഒരു ശബ്ദം കേട്ടുകൾ അള്ളാഹിനോട് പറഞ്ഞത് ഇബ്ലീസ്, ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു, മിൻ നാർ, തീയിൽ നിന്ന്, വ ഖലഖ്തഹു, നീ അവനെ സൃഷ്ടിച്ചു, മിൻ തീൻ, ചളിയിൽ നിന്ന്, വാന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. അങ്ങനെ എനിക്ക് തോന്നല്ലേ ഇബ്ലീസിന്റെ ഈ തോന്നൽ? ഈ തോന്നലും അഹങ്കാര. ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മളത്ര പോരുമോ? നമ്മളത്ര പൈസ ഉണ്ടാവുമോ? നമ്മൾ അത്ര വലിയ വീട്ടുകാരാണോ? ഇങ്ങനെ നോക്കുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കൽബ് നന്നാവണമെങ്കിലല്ലോ, നന്നായണ്ടല്ലോ മലക്കുകളെ നന്നാവും. മലക്കുകളെക്കാൾ കീടെന്ന ഇബ്ലീസ് ഓൽക്ക് ഇമാമുമാവും. ഇബ്ലീസിന് ഓലായി ഇമാമുക്കുക, അത്ര മോശമാവും. കാരണം എന്താ അറിയോ? പെണ്ണിന്റെ കൽബ് വളരെ ശുദ്ധാവാൻ എളുപ്പമാണ്. ആണിന്റെ കൽബ് സമൂഹത്തിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കഴിവ് കുറഞ്ഞവരും കഴിവില്ലാത്തവരും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പോണ ജീവിതമാണുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ മത്സര ആരോടെങ്കിലും. ആണുങ്ങൾ, പെണ്ണുങ്ങൾ അങ്ങനെയല്ലോ. ഓരോ കുടുംബത്തിലും ഓർക്ക് പരിമിതി ഉണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നാവാൻ എളുപ്പമാണ്, പക്ഷെ നന്നാൻ വലിയ പ്രയാസമാണ്. പക്ഷെ അള്ളാന്റെ ഫദക്കിർ, നബിയോട് അല്ല പറയാ, ഉത്ബോധിപ്പിക്കും നബിയെ ഇത്തരം തെമ്മാടികൾക്ക് പറഞ്ഞു കൊടുക്ക്. ഫദക്കിർ ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് ഉപകാരം ചെയ്യും. അല്ലാത്തവർ ഇപ്പോഴും തള്ളും. കൽബിൽ അല്പം ഈമാനുള്ളവർക്ക് ഇത് ഉപകാരം ചെയ്യും. ഞാനൊരു അഹങ്കാരിയാണ്, മരിക്കുന്നതിന് മുമ്പിൻ്റെ അഹങ്കാരം മാറ്റണം, ഞാൻ ഏറ്റവും ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള ബോധം നമുക്ക് വേണം കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പല നിലക്കുള്ള കിബർ വരും. അതിൽ ഒന്ന് റബ്ബിനോടാണ്. റബ്ബിനോട് കിബർ കാണിച്ച ആളാരാ? മനുഷ്യന്മാരെ കൂട്ടത്തിൽ റബ്ബിനോട് കിബർ കാണിച്ച ആള് ചരിത്രത്തിൽ ഫറോവയാണ്, അല്ലേ? അവൻ പറഞ്ഞു, അന റബ്ബുക്കുമില്ലായില്ല, ഞാനാണ് റബ്ബ്, ഏറ്റവും വലിയ, എന്നേക്കാൾ വലിയ റബ്ബ് ഇനിയില്ല. അതാ മൂപ്പരവാദം. എന്നേക്കാൾ വലിയ റബ്ബില്ല, ഞാൻ അയലാണ്. അന റബ്ബുക്കുമില്ലായില്ല, അള്ളാഹിനോട് അഹങ്കാരം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ പ്രവാചകന്മാരോട് അഹങ്കരിച്ചുണ്ട്. അതെങ്ങനെയാ പ്രവാചകന്മാരുടെ നേരെ അഹങ്കാരം കാണിക്കല്? വിശുദ്ധ ഖുർആൻ തന്നെ പറയാം, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും യസ്തക്ബിറൂൻ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ഇന്നഹും, തീർച്ചയായും ആ മുശ്രിക്കുകൾ, കാനു, അവരായിരുന്നു, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനോ അല്ലാണ്ട് ഒരാളും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ആർക്കും നേർച്ചകളും വഴിപാടുകളും ചെയ്യാൻ പാടില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞപ്പോൾ
വഹും യസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളായി. അപ്പൊ പ്രവാചകന്മാരുടെ നേരെ അഹങ്കാരം കാണിച്ചു, ആ പ്രബോധനം തള്ളിക്കളഞ്ഞു. എന്നിട്ട് വയഖൂലൂൻ, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, അഇന്നാല താരിഖു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. യഖൂലൂൻ, അവർ പറയുകയാണ്, അഇന്നാല താരിഖുൻ, ഞങ്ങൾ ഉപേക്ഷിക്കണം, ആലിഹത്തിന, ഞങ്ങളുടെ മറ്റെല്ലാ ഇലാഹുകളെയും ഏകനായ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അതും ലിശാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ പാട്ടുകാരന് വേണ്ടി. ലിശാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ പാട്ടുകാരൻ പറഞ്ഞതിന്റെ പേരിൽ നമ്മളുടെ ലാത്തേയും ഉസ്സയെയും മനാത്തേയും വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യഹൂക്കിനെയും ഹുബിലിനെയും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇവന്റെ ഈ പാട്ട് കേട്ടിട്ട് ഏതിനാ പാട്ടുകാരനെ വിശുദ്ധ ഖുർആന്. ലിശാഇരിൻ മജ്നൂൻ എന്ന് മാത്രമല്ല, ഇവർക്ക് ഭ്രാന്ത ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയും ആ നിലക്ക് കിബർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒമാ അല്ലംനാഹു ശിറ, നാം അദ്ദേഹത്തിന് ഒരു ഷിറും പഠിപ്പിച്ചില്ല, ഒരു പാട്ടും പഠിപ്പിച്ചില്ല, ഒരു കവിതയും പഠിപ്പിച്ചില്ല മുഹമ്മദ് നബിക്ക്. അല്ല പറയാം. പക്ഷെ അവര് പറഞ്ഞത് മുഹമ്മദ് നബി ഓതുന്ന ഖുർആൻ കവിതയാണ്, പാട്ടാണ്. ഇവന്റെ ഈ വാക്കും കേട്ടിട്ടൊന്നും നമ്മൾ എന്ത് വേണ്ട, ഇതൊന്നും ഒഴിവാക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഫിറോവിന്റെ കാര്യമാണ്. ഫിറോനാണ് ആദ്യമായിട്ട് അള്ളാന്റെ നേരെ ഈ നിലക്കുള്ള മോശമായ രൂപത്തിൽ പെരുമാറി, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ കാണേണ്ട എന്താ അറിയോ, നമ്മളുടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോവിന്റെ മുമ്പിൽ അള്ളാനെ പരിചയപ്പെടുത്തി. അപ്പൊ കിബറിനായ അഹങ്കാരിയായ സത്യത്തെ തള്ളിക്കളയുന്ന, അതാണ് നമ്മളെ കിബറിന്റെ വിഷയം. ആ തള്ളിക്കളഞ്ഞ ആള് ഫിറോൻ മൂസാ നബിയോട് ചോദിച്ചു, ഖാല ഫിറഔനു വമാ റബ്ബുൽ ആലമീൻ, മൂസേ നീ പറയുന്ന ഈ ലോകങ്ങളുടെയും രക്ഷിതാവ് ഏതാണ്? അവന് പറഞ്ഞുണ്ട കിബറെ, വമാ റബ്ബുൽ ആലമീൻ. അപ്പൊ മൂസാ നബി പറഞ്ഞത്, ഖാല റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിന്റെയും ഇടയിലുള്ള സർവസ ജീവജാലങ്ങളെയും എല്ലാ അചേതന സചേതന വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. കൃത്യമായി ഉത്തരം പറഞ്ഞു. അപ്പോ അഹങ്കാരിയായ ഫിറോൻ ഖാല ലിമൻ ഹൗലഹു, ചുറ്റുമുള്ള അവന്റെ സിംഗടികളോട് പറഞ്ഞു, അലാ തസ്തമിഊൻ, മൂസ പറഞ്ഞത് കേട്ടില്ലേ? ഓൻ്റെതാണല്ലോ ഇതൊക്കെ. അങ്ങനുണ്ട് അഹങ്കാരം. അലാ തസ്തമിഊൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങളിലേക്ക് പ്രവാചകനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഇവൻ ഭ്രാന്തനാണ്. കേട്ടോ, അഹങ്കാരത്തിന് അടയാളങ്ങളതാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒരു മത്സര പരീക്ഷകൾ നടന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളിലൊക്കെ ഉള്ള കിബർ, ഫിറോവിന്റെ കിബറായിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കുകയാണ് ഞാൻ കേട്ടോ. ഉണ്ടെങ്കിലും ഒഴിവാക്കാന്. കാരണം ഫിറോൻ നരകത്തിലാവും ഉറപ്പാണ്, യാതൊരു സംശയമില്ല. തീരുമാനം അല്ല എടുത്തതാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവന് മൂസാ നബിയും അവൻ കൊണ്ടുവന്ന സീറന്മാരും തമ്മിൽ മൂസാ നബിന്റെ കൊണ്ടുവന്ന കാര്യം ഹക്കാണോ എന്ന് ബോധ്യപ്പെടാൻ ഒരു മത്സര പരീക്ഷ നടന്നു. മത്സര പരീക്ഷയിൽ ഫിറോൻ കൊണ്ടുവന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നിപുണന്മാരായ സീറന്മാർ മൂസാ നബിന്റെ കാൽക്കൽ സുജൂദിൽ വീണു, പരാജയപ്പെട്ടു. അപ്പൊ ഫിറോൻ പറഞ്ഞ വാക്കുകളുണ്ട്, അതാണ് എന്റെ വിഷയം. ലൗകത്തിയന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും അജ്മഈൻ. ഇത് നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? എന്താ പറഞ്ഞത്? ലൗകത്തിയന്ന ഐദിയക്കും വഅർജുലക്കും, ഞാൻ നിങ്ങളുടെ കയ്യും കാലും കൊത്തും. നിങ്ങളോട് നീ കേട്ടണോ ഈ ശബ്ദം? ജാരബോബ് കേട്ടണോ? വീട്ടിൽ സൂക്ഷിച്ച് ജീവിച്ചോ, കയ്യും കാലും ഞങ്ങൾ കൊത്തും. ജാഥ ഓടുകൾ എന്താ? അഹങ്കാരികൾ ജാഥ ഓടുകയാണ്. ലൗകത്തിയന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ്, വ്യത്യസ്തമായ രൂപത്തിൽ. ഇടത് കാല് കൊത്തിയാൽ വലത് കൈ, വലത് കൈ കൊത്തിയാൽ ഇടത് കാല്, ഇങ്ങനെ ഞാൻ സൃഷ്ടിക്കും. ഈ അഹങ്കാരിയോട് ഇല്ലേ? ഇല്ലേ? കുടുംബത്തിലില്ലേ? ചില അയൽപ്പക്കത്തോട് ചില അയൽപ്പക്കം പറയാം, കൈ ഞാൻ കൊത്തും പറയില്ലേ? ഇങ്ങോട്ട് കടന്നാൽ കാല് ഞാൻ പൊട്ടും പറയില്ലേ? ഇല്ല. എന്റെ പറമ്പിലേക്ക് കാല് ചവിട്ടിയാൽ കൊത്തും ഞാൻ കൈ. ഇതാര് പറഞ്ഞതാ?
ലൗ ഖത്തിയന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് വലഉസല്ലിബന്നക്കും അജ്മഈൻ, ഞാൻ കയ്യും കാലും കൊത്ത മാത്രമല്ല, ഞാൻ കുരിശ് തറക്കും, ഇവിടെ കെട്ടിത്തൂക്കും. അത്ര അഹങ്കാരിയായിരുന്ന ഒരു ഫിറോൻ. അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഹങ്കാരി ഫിറോനാണ്. മനുഷ്യന് ഈ അഹങ്കാരം പഠിപ്പിച്ചതോ ഇബ്ലീസാണ്. ആ അഹങ്കാരം നമ്മളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അഹങ്കാരം എന്നാണ് ഞാൻ പറഞ്ഞു ഒന്നെന്താ അൽ കിബിറു. കിബിറു എന്ന് പറഞ്ഞാൽ ബത്തുൽ ഹക്ക്, സത്യത്തെ നിഷേധിക്കുക, അല്ലേ? അള്ളാഹു പറഞ്ഞ സത്യത്തെ അംഗീകരിക്കാൻ നിൽക്കുക. അത് ഇന്നിപ്പോ നമ്മളുടെ പല പണ്ഡിതന്മാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യദൂ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലാ ബുർഹാന ബിഹി, അതിനൊരു പ്രമാണവും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നല്ല. എന്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ പ്രമാണമില്ല. ലാ ബുർഹാന ബിഹി, അതിന്റെ ഏകല്ല അല്ല. പക്ഷെ ഇവിടുത്തെ പുരോഹിതന്മാരോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ CM മടവൂർ, അദ്ദേഹമാണത്ര ഭൂലോകം കറക്കുന്നത്. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്ന അയാളാണ് എന്നാര് പറയുന്നത്? പുരോഹിതന്മാർ. എന്തുകൊണ്ട്? കിബറന്മാരാണ്, അഹങ്കാരികളാണ്, ഹക്കിൽ നിന്ന് വിട്ടുപോയവരാണ്. അതാണ് ബത്രുൽ ഹക്ക്, സത്യത്തെ തള്ളിക്കളിയ. അതാണ് കിബർ. അല്ലാണ്ട് നല്ലൊരു വസ്ത്രം ധരിച്ചതോ നല്ലൊരു ചെരുപ്പ് ധരിച്ചതോ നല്ലൊരു വീട് താമസിച്ചോ. ഇപ്പൊ നല്ല വലിയ വീട് താമസിച്ചാണെന്ന് പറയും, ഓ ഭയങ്കര അഹങ്കാരികളാണ്, അല്ലേ? സുലൈമാൻ നബി പളുങ്കിന്റെ കൊട്ടാരത്തിലാണ് താമസിച്ചത്. അള്ളാഹ് കൊടുത്തതാണ്, അതുകൊണ്ട് കിബറാണോ? അല്ല. എന്നാൽ ചെറ്റക്കുടിയിൽ താമസിക്കുന്ന ആളുകൾക്ക് തക്കവുണ്ടാവുമോ? ഉണ്ടാവില്ല. ചെറ്റക്കുടിയിലൊക്കെ താമസിക്കുന്നവർക്ക് തക്കവുണ്ടാകാൻ നമ്മളെ ബസ്റ്റീര ഭാഗത്ത് ആരാളുള്ളത്? ബംഗ്ലാദേശ് കോളനി. അവിടെ മുത്തക്കികൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലേ? കാരണം അത്രയും ചെറിയ ചെറിയ ചെറ്റക്കുടിയിൽ അവരെ താമസം. ചിലവർ വലിയ വീടുണ്ടാക്കിയ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ തക്കവില്ലാത്തവനെന്നൊക്കെ നമ്മൾ വിധി ചെയ്തു. അതല്ല കിബർ. അഹങ്കാരാരാ? ബത്തുൽ ഹക്ക്, സത്യത്തെ തള്ളിക്കളിയ. അല്ല പറഞ്ഞെന്താ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ പ്രമാണമില്ല. അല്ല, വേറൊരു തള്ള പറയാ, ഒമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല എന്നല്ല. ഏത്? ഓൻ വൈവേച്ചോനാ അങ്ങനെ വിളിക്കണേ. ഒമൻ അളല് ഞാൻ മുറിച്ചു പറഞ്ഞുതരാം. ഒമൻ അളൽ ആരാണ് ഏറ്റവും വലിയ വഴിവേച്ചവൻ? മിമ്മൻ, ഒരുവനേക്കാൾ, യദൂം അവൻ പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, മിൻദൂനില്ല, അള്ളാനെ കൂടാതുള്ളവരോട്. മൻ, ആ ആളാരാ? മൻ ലാ യസ്തജീബു ലഹും, അവർക്ക് ഉത്തരം കിട്ടൂല, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമനാൾ വരെ കിട്ടുന്നു വരുന്നു. അപ്പോഴോ സത്യത്തെ തള്ളിക്കളയാ. ഇതാണ് കിബർ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ എന്ന് മാത്രമല്ല അല്ലാഹ് പറയാ, വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിലും മക്ബറകളിലും കിടക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. അല്ലാഹ് പറയാ. എന്നാലും നമ്മൾ എന്തു പറയും? ഓലൊക്കെ മഹാന്മാരല്ലേ, ഓലൊക്കെ അള്ളാഹു മഹാന്മാക്കളാക്കിയില്ലേ. ഇതാണ് കിബർ കേട്ടോ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇൻ തുദൂം ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. ഇനി നിങ്ങളെ വാദം വലൗ സമീഉ, അവർ കേട്ടുകയാണെങ്കിൽ തന്നെ മസ്തജാബുലക്കും, നിങ്ങൾക്കൊരു ഉത്തരം തരൂല. അല്ല പറയാ, ഒരു ഉത്തരം അല്ല തരില്ല. മസ്തജാബുലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ നിഷേധിക്കും. ആര്? ഈ ഔലിയാക്കന്മാർ. ഇനി എന്താ അല്ല പറഞ്ഞത്? യക്ഫുറൂന ബിശിർക്കിക്കും. എന്നിട്ട് അല്ല പറയാ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് അറിവ് നൽകാൻ വേറെ ആരുമില്ല. ഇത്ര സൂക്ഷ്മമായിരുന്നു. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് കിബർ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാർ സ്വർഗ്ഗത്തിലുണ്ടാവില്ല. എത്ര പറഞ്ഞു റസൂലുള്ള? മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബർ. മിസ്കാൽ ദർറത്ത് എന്താ? മിസ്കാൽ തൂക്കം, ദർറത്ത് എന്നാണ്. മിസ്കാൽ ദർറത്തിൻ മിനൽ കിബർ, കിബറിന്റെ ഒരു അണുമണി തൂക്കം ഒരാളുടെ കൽബിലുണ്ടായാൽ സ്വർഗ്ഗത്തിൽ കിടക്കൂല. അപ്പം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ ആ തിന്മകളെല്ലാം ഒഴിവാക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളൊക്കെ പറയാറില്ലേ, കലീമുള്ള, അള്ളാഹുമായി നേരിട്ട് സംഭാഷണം നടത്തിയ പ്രവാചകൻ.
നേരിട്ട് സംസാരിച്ച ആളാ. ആര്? മൂസാ നബി. അപ്പൊ മൂസാ നബി ഒരിക്കലും അള്ളാഹുവിനോട് സംഭാഷണ മധ്യേ ചോദിച്ചു, മൻ അബ്ഗലു ഖൽഖിക ഇലൈക, അള്ളാഹുവെ ഭൂമിയിൽ ജീവിക്കുന്ന നിന്റെ സൃഷ്ടികളിൽ നിനക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരോടാ? നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാരാ നിന്റെ സൃഷ്ടികളിൽ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകിയ മറുപടി, മൻ തകബ്ബറ ഖൽബുഹു, അവന്റെ മനസ്സിൽ കിബറുണ്ടായാൽ, ഒരാളുടെ മനസ്സിൽ അഹങ്കാരം കയറിയാൽ പിന്നെ അവൻ അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പാ. മനസ്സിൽ കിബർ വരാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വലിയ പൈസക്കാരനാണെന്ന് നമുക്ക് കൽബിൽ വരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാവും, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, നല്ല വാഹനം ഉപയോഗിക്കുന്നുണ്ടാവും, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ കൽബിൽ എന്ത് വരാൻ പാടില്ല? ഞാനൊരു ആന ഹൈറും മിൻഹു, ഞാൻ ഇവനേക്കാൾ നല്ലവനാണ്, മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കാൻ പാടില്ല. അത് വിലീസിൻ്റെ അതാണ് വിഷയം. അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ കൽബിൽ അഹങ്കാരം എൻ്റെ ഉള്ളിൽ കയറിക്ക് നിൽക്കുക, എന്നാൽ അതിൻ്റെ എല്ലാ സംസാരങ്ങളിലും വരും ഇല്ലേ? അതാ പിന്നീട് പറഞ്ഞു വിട്ടത്. രണ്ടാമത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള ആള് വലല്ല ലിസാനുഹു, അവന്റെ നാവിൽ നിന്ന് ഒരിക്കലും കാരുണ്യത്തിന്റെ ശബ്ദം ഉണ്ടാവുകയില്ല. ഓനെപ്പോഴും വെട്ടണം, കുത്തണം, കയ്യും കാലും കൊത്തും, ഞങ്ങൾ നിന്നെ കൊത്തും എന്നൊക്കെ പറയാം അല്ലേ? എന്തൊക്കെ വിളിച്ച് പറയില്ലേ ജാഥയില്? ഞാനത് പറയുന്നില്ല. കയ്യും ഞങ്ങൾ കൊത്തും, കാലും ഞങ്ങൾ കൊത്തുന്നു. ഏത് ധാരാ പറഞ്ഞത്? ഫിറോൻ ലൗക്കത്തിയന്ന ഐദിയക്കും അർജുനക്കും, കയ്യും കാലും കൊത്തുന്ന. അതെന്താ കാരണം? ഓന്റെ കൽബിലുള്ള അഹങ്കാരം ഒന്നുകിൽ ഭരണസംബന്ധമായ അഹങ്കാരം, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എന്തിനും നേരിടാം. ഏത് കേസ് വന്നാൽ എനിക്ക് പ്രശ്നമില്ല അറിയില്ലേ? ഏത് കോടതിയിലും വെച്ച് കാണാൻ അറിയില്ലേ? എല്ലാ തോന്നിയ ചെയ്തിട്ട് ഇല്ലേ? ഇവനൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. ഓൻ്റെ അജ്ജും ഉംറയും നിസ്കാരവും ഒക്കെ പോയതാ. ഇവന്റെ വിചാരം എന്താ? അള്ള പുറത്തു വരുന്ന. അള്ള ഏറ്റവും വെറുക്കുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് അള്ള പറയുന്നത്, ഒന്ന് തക്കബ്ബുറു കൽബു, മൻ തക്കബ്ബറ കൽബു, ആർക്കാണോ കൽബിൽ കിബറ് കയറിയത് ഓൻ അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പാ. രണ്ടാമത്തോ, അങ്ങനെ കിബറ് കയറിയാലോ വഅലല്ല ലിസാനു, അവന്റെ നാവിൽ നിന്ന് വരുന്ന ഭാഷ വളരെ റഫായിരിക്കും. ഓനൊരിക്കലും സൗമ്യമായി സംസാരിക്കാൻ കഴിയില്ല. പിന്നെ അള്ളാഹ് വീണ്ടും പറയാം, വല്ലൗഫ യഖീനുഹു, അവന്റെ വിശ്വാസം വളരെ ദുർബലായിരിക്കും. അഹങ്കാരമുള്ളവന്റെ കൽബിലേക്ക് വിശ്വാസം ദുർബലാവും. എന്ന് പറഞ്ഞാൽ ഓന് പരലോകം ഉണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സംശയം വരും. അവർക്ക് അഹങ്കാരിക്ക് ആശയം സൈക്കോളജിയാണ്. പരലോകം ഉണ്ടോ? ഖബറിന് ശിക്ഷ ഉണ്ടോ? ഞാനിപ്പോ ഇങ്ങനൊക്കെ സക്കാത്തും സദക്കയൊക്കെ കൊടുത്ത് ജീവിച്ചിട്ട് അത് വെറുതെ ആയി പോവോ? മരണാന്തര ജീവൻ ഉണ്ടാവോ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയം കൊണ്ടുവരും ഇബിലീസ്. എന്താ കാരണം? ഇവന്റെ ഉള്ളിലുള്ള കിബറ. ഇവനും ഇബിലീസും തമ്മിലുള്ള ഏട്ടാഞ്ചന്മാരാ, എളാപ്പ മൂത്താപ്പ മക്കളാ. അതാ കാരണം. അപ്പോ അള്ളെന്താ പറഞ്ഞത്? ലത്തറവുന്നൽ ജഹീം, അല്ലെ? നരകം നിങ്ങൾ കാണുന്ന ചെയ്യും. സുമ്മ ലത്തറവുന്നഹ ഐനൽ യഖീൻ, ദൃഢമായ കണ്ണുകൊണ്ട് കാണും നരകത്തെ. പക്ഷെ ഇവർക്ക് സംശയം വരും ഇടയ്ക്കിടയ്ക്ക്. എന്താ? ലൗഫ യഖീനു, അവന്റെ ഉറപ്പ് എപ്പോഴും ദുർബലായിരിക്കും. അവന്റെ കൽബില് യഖീനോ ഉറക്കൂല ഒന്നിലും. അല്ല ഇടയ്ക്കിടയ്ക്ക് അല്ല ഉണ്ടാവോ? അല്ല ഉണ്ടോ? ഈ പ്രപഞ്ചത്തെ വെറുതെ ഉണ്ടായതാണോ? നേരെ മറിച്ച് ഞങ്ങളോട് പറയാണ്, ഇമ്പീരിയലിന്റെ മുമ്പിൽ വെറുതെ ഉണ്ട് മുട്ടസൂചി ഇങ്ങനെ പൊന്തരും. നിങ്ങൾ എന്ത് പറയും? എന്ത് പടായി ആള് വിടുന്നത്? കാരണം എന്താ? ആളുകളില്ലാതെ, ഊർജമില്ലാതെ, മെഷീനറികളില്ലാതെ വെറുതെ മുട്ടസൂചി പൊന്തുന്ന വിശ്വസിക്കില്ല. ഈ പ്രപഞ്ചം മുഴുവൻ വെറുതെ ഉണ്ടാകാതെ ഞാൻ വിശ്വസിക്കും വേണം. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സർവസ്വ വസ്തുക്കളെ ഇങ്ങനെയാണ് ഇബ്ലീസ് ചിന്തിപ്പിക്കുക. അത് മനുഷ്യൻ ജനങ്ങൾ ആലോചിക്കുക, മള്ളാനെപ്പറ്റി ചിന്തിച്ചൂടെ? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കാൻ ഒരു വക ഉള്ളത് തൻ്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ റബ്ബ് അത്രയും വലിയ ആളാണ്. എൻ്റെ റബ്ബ് ഈ കാണുന്ന കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ആളുകളെ വ്യത്യസ്തമായ മുഖം, വ്യത്യസ്തമായ രോമം, അതാണ് മനസ്സിലാക്കുന്നത്. ഒരു തലമുടി പോലും വ്യത്യസ്തം. കൈവരലിലുള്ള ഓരോ ചിഹ്നങ്ങളും, നമ്മുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നില്ലേ നമ്മൾ, എന്തുകൊണ്ടാ? ഒപ്പിടാൻ അറിയാത്തവരപ്പണ്ടേ എല്ലാതും വ്യത്യാസമാണ്. ഒരു മുടി പോലും വേറാക്കില്ല. എന്നാലോ നമ്മളെങ്ങനെ ഉണ്ടായി? കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ല ഉണ്ടായത്. മാറ്റോ എത്രയും മാറ്റല്ലേ? അല്ലെ? എന്താണ് പറഞ്ഞത്? അപ്പൊ റബ്ബിന്റെ കഴിവിൽ, കുദറത്തിൽ നമുക്ക്
അഹങ്കരിക്കാം, നമുക്ക് കിബർ കാണാം. റബ്ബിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടിയല്ല. നമ്മളെ തടി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ലേശം തൊലി വെളുത്ത അഹങ്കാരം വരില്ലേ? വരും. എന്താ പൈമലുള്ള ഒന്നുമില്ലല്ലോ. തൊലി വെളുത്ത് ഇവന്റെ പ്രവർത്തന ഫലമാണോ? അല്ല. ഓൻ്റെ അമ്മയും ബാപ്പിയും ലേശം വെളുത്തോലാക്കി, അല്ലെങ്കിൽ കുടുംബത്തിലാരെയും വെളുത്തോലുണ്ടാവും, അതുകൊണ്ട് അതിന് ജനിച്ച കുട്ടി വെളുത്തുപോയി. അല്ലാണ്ട് ഇവലെ പ്രവർത്തന ഫലമായിട്ടാണോ? പക്ഷെ തെക്ക് ഉണ്ടാവില്ലോ. നിങ്ങളെ പ്രവർത്തന ഫല. കിബിർ പോക്കുണ്ടോ? നിങ്ങളെ പ്രവർത്തന ഫല അല്ലേ? അപ്പൊ സ്വന്തം പ്രവർത്തന ഫലമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം, അതാ വേണ്ടത്. അപ്പോൾ മൂസാ നബിയുടെ ചോദ്യം എന്താണ്? അള്ളാഹുവെ നിനക്ക് ഏറ്റവും വെറുപ്പുള്ള ആരാണ്? അതിന്റെ ഉത്തരം എന്താ? രണ്ടാമത്തെ 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, തക്കബ്ബറ കൽബുഹു, ഹൃദയത്തിൽ നല്ലോണം കിബർ കയറും. രണ്ടാമത്തത് ഓലല ലിസാനു, അതിന്റെ ഫലമായിട്ട് അവന്റെ ഭാഷ വളരെ പരുഷായിരിക്കും, എന്തും പറയും. നിങ്ങൾ വീട്ടിലെ അശ്ലീലങ്ങളൊക്കെ ഭാര്യമാരോട് പറഞ്ഞാൽ ഇല്ലേ? ഭാര്യമാരോട് പോലും അശ്ലീലം പറഞ്ഞാൽ കേട്ടില്ലേ? ഓൾക്ക് ദേഷ്യം പിടിച്ചാൽ എന്നതാ പറയാന്നില്ല. എന്താ കാരണം? ഉള്ളിലുള്ള കിബറാണത്. ഞാൻ ഇവളേക്കാൾ മുന്തിയ ആളാണ്, ഞാൻ അത്ര വലിയ ഞാൻ ഇവളെ കെട്ടിയതാണ്, പാവല്ലേച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. പാവല്ലേച്ച് കെട്ടിയാന്ന് പറഞ്ഞുണ്ട്. ഓളെ കൽബ് എത്ര വേദനിക്കൂലേ? ഞാൻ ഒരു പാവല്ലേന്ന് വിചാരിച്ചിട്ട് നിലർത്തിക്കൊണ്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. കിബറിന്റെ ഉണ്ടവനൊക്കെ. അല്ലാണ്ട് ഒരു നല്ല കുപ്പായട്ടേനോ, നല്ലൊരു വാച്ച് കെട്ടിയനോ, നല്ലൊരു ചെരുപ്പ് കെട്ടിയനോ ഒന്നും കിബറിനാറുണ്ട. അങ്ങനെയൊക്കെ സുഹൃത്ത് കയറില്ല, നമ്മളൊന്നും കയറൂല. കയറുമോ? നമുക്കൊക്കെ എന്തുണ്ട്? ഒരു നല്ല കുപ്പായം, ലിനന്റെ കുപ്പായൊക്കെ വാങ്ങിയിട്ടാൽ അല്ലേ? നിങ്ങളുണ്ടില്ലേ നല്ല ബഡി പോലാക്കിയിട്ട് നടക്കുന്ന ചില ആൾക്കാർ വെള്ളത്തൊടിയും ഒരു ലിനന്റെ കുപ്പായം ഇട്ടിട്ട് കയ്യൊരക്കര വെക്കുക, പറക്കാതെ കിട കാക്കറ്റായിട്ട് അല്ലേ? അത്ര അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഓനും ചൊറുത്ത് കയറില്ല, പിന്നെ ആളെ ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് അതല്ല വിഷയം സത്യത്തെ തള്ളിക്കളിയ. രണ്ടാമത്തത് ആളുകൾ ചെറുതാണ്, ഞാൻ ഇന്നേക്കാൾ മോശമാണോ എന്നും ചിന്തിക്കുക. അതാണ് കിബർ. ഒരാളെപ്പറ്റിയും ഇവിടെ നാട്ടിൽ ആരായിക്കോട്ടെ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാൻ വിധിയുണ്ടെങ്കിൽ പറയാം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇനി അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? തക്കബുർ, കിബർ. രണ്ടെന്താ? പരിപരുത്ത സംസാരം. 3 ലൗഫ യഖീനു, ഒന്നിനും ഉറപ്പുണ്ടാവില്ല. അള്ളാഹ്ണ്ടെന്ന് വിശ്വസിക്കൂല, പെരലോണ്ടെന്ന് വിശ്വസിക്കൂല, ഖബറിന്റെ ശിക്ഷണ്ടെന്ന് വിശ്വസിക്കൂല. ഒക്കെ മൂപ്പർക്ക് കിബറാണ്. ബഖിലത്ത് യദുഹു, ഭയങ്കര പിഷ്കനായിരിക്കും. കിബറൻ പിഷ്കന, ഒന്നും ചെയ്യില്ല. അപ്പം റസൂലുള്ള പറയാ, അൽ ബഖീലു അദുവുല്ലാഹ്, പിശുക്കൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. എന്താണ് പിശുക്കൻ? അള്ളാഹുവിന്റെ ശത്രുവാണ്. വബഈദുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അകന്നു പോയവനാണ്. പിശുക്കൻ അള്ളാഹിലേക്ക് അടുക്കാനേ കഴിയില്ല, ഒരു ഇഞ്ച് പോലും. പിന്നെ വബഈദുൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അകന്നു പോയവനാണ്. വബഈദുൻ മിനന്നാസ്, ലോകത്തുള്ള ജനങ്ങളിൽ നിന്ന് അകന്നു പോയവരാണ്. പിശുക്കൻക്ക് ജനങ്ങളോട് അടുക്കാൻ കഴിയില്ല, കാരണം ജനങ്ങളുടെ പ്രശ്നം അറിയും. ഇപ്പം എന്താ ചെയ്യേണ്ടി വരും? അപ്പം അടുക്കൂല. മൂപ്പരെപ്പോഴും വിട്ടാ നിൽക്കുക കേട്ടോ. ഉണ്ടാകട്ടെ. എന്തായിരുന്നാലും സ്വർഗത്ത് കയറാൻ കഴിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞ ഈ അഹങ്കാരം അന്നും അളവുണ്ടായ സ്വർഗത്ത് കയറാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു സ്വർഗത്ത് കയറാൻ കഴിയും വിധമുള്ള മാനസികമായ വിശുദ്ധി, കിബറിൽ നിന്നുള്ള പൂർണ്ണമായ മുക്തി ലഭ്യമാകുന്ന മുത്തക്കീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുകയും അള്ളാഹു എല്ലാ കുറ്റങ്ങളും മറ്റു കുറ്റങ്ങളെല്ലാം പുറത്തു തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, കിബർ എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും പറഞ്ഞ സത്യത്തെ ജീവിതത്തിൽ തള്ളിക്കളയലാണ്. ഒന്ന് അല്ലേ? രണ്ട്, നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ മെച്ചപ്പെട്ടവരല്ല, ഞാനാണ് എല്ലാവരേക്കാൾ മെച്ചപ്പെട്ടവൻ എന്ന് ചിന്തിക്കലും കിബറാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോൾ, ഒരു ഭക്ഷണത്തിൻ്റെ സദസ്സാണ്. അപ്പം അതിൽ ഒരു മനുഷ്യൻ ഇടത് കൈകൊണ്ടാണ് ഭക്ഷിക്കുന്നത്, ഇടത്തെ കൈകൊണ്ട്.
ചിലവരില്ലേ ചോറ് കഴിച്ച കൈ കൊണ്ട് എന്ത് ചെയ്യില്ല, വെള്ളം കുടിക്കാൻ ഗ്ലാസ് തൊടൂല. കാരണം എന്താ, ഗ്ലാസിൻ്റെ വെള്ളം എന്താവും, കറിയാവും. തിന്നുന്ന പ്ലേറ്റിൽ കറിയില്ലേ, അത് കേൾക്കൂലേ? അത്ര നിസ്സാരല്ലേ? പക്ഷെ നമ്മളെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർക്ക് തോന്നണ്ട ഞാനൊരു സംസ്കാരം കുറഞ്ഞവനാണ്, ഞാൻ മുത്ത് റസൂലിൻ്റെ സുന്നത്തെടുത്തോ ഞാൻ തോന്നണ്ട വെച്ചിട്ട് പിന്നെ എടുത്ത് എന്നിട്ട് ചിലവല്ലേ ഈ അണ്ണാൻ്റെ മാതിരിയാണ്. ഇത് വലത്തെ കൈ കൊണ്ട് മൂപ്പര് പിടിക്കുക, അല്ലേ എന്നിട്ട് കൈക്കൊരു താങ്ങല. അണ്ണാൻ ഗോതമ്പൊക്കെ തിന്നും പോലെ എന്താണോ ഹോട്ടലിൽ വെച്ചെന്നാൽ കാണാം. വലത്ത് കൈ കൊണ്ട് ഓ കെക്കുകയാണല്ലോ ഗ്ലാസ്, ഓൻ്റെ പ്ലേറ്റ് കണ്ടോ, എന്താ ഗ്ലാസ് കഴിക്കൂടാ. അപ്പം ഇവന് ഇടത്തെ കൈ കൊണ്ടാണ് തിന്നുന്നത്. ഞാൻ കിബറിൻ്റെ ഒരു അടയാളമാണ് പറഞ്ഞത്. അപ്പോൾ ഇടത്തെ കൈയിൽ തിന്നപ്പോൾ റസൂല പറഞ്ഞു കുൽ ബി യമീനിക്ക, വലത്തെ കൈ കൊണ്ട് തിന്നണം. വലത്തെ കൈ കൊണ്ട് തിന്നെന്ന് റസൂല പറഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞ മറുപടി ഫക്കാല ലാ അസ്തത്ത്, എനിക്ക് കഴിയൂലാണ്. കാരണം ഞാൻ ഇടത്തെ കൈ കൊണ്ട് തിന്നുപോയി, ഇനി വലത്തെ കയ്യിലും ആക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പം നിങ്ങളോട് ഇടത്തെ കൈ കൊണ്ട് തിന്നാണെങ്കിൽ നിങ്ങൾ തിന്നാൻ പാടില്ല, ഏതായാലും ആക്കിയില്ല മോലി അങ്ങനെ അറിയില്ലേ, ഇനിയിപ്പോൾ കഴിയില്ല, ഇനി വലത്തേലേക്ക് ആക്കാൻ കഴിയില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഫക്കാൽ റസൂൽ, അപ്പം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു മസ്തത്ത, എനിക്ക് കഴിയാതിരിക്കട്ടെ, എനിക്ക് വലത്തെ കൈ കൊണ്ട് കഴിയാണ്ടിരിക്കട്ടെ. അതേ റസൂല പറഞ്ഞിട്ടുള്ളൂ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സൽമത്ത് ബിൻ അക്വഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് ഫമാ റഫാഹ ഇലാഫി, അദ്ദേഹം മരിക്കും വരെ പിന്നെ ആ കൈ വലത് കൈ അദ്ദേഹത്തിൻ്റെ വായർക്ക് പൊന്തിയിട്ടില്ല. അതിനുള്ള സൗകര്യം ഉണ്ടായില്ല. ഇതാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരൊറ്റ കൽപ്പനയാണ് ഓൻ എടുത്തത്, ഒഴിവാക്കിയത്. അപ്പം അതാണ് ബത്തുൽ ഹഖ്. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അഹങ്കാരമില്ലാത്ത ജീവൻ നയിക്കണം. അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടാത്ത ആളുകളാണ്. എല്ലാ മനുഷ്യന്മാർക്കും വരാൻ സാധ്യതയുള്ള രോഗവുമാണ്. മഹാനായ ലുക്മാൻ ഹക്കീം തൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. രണ്ടാമത്തതാണ്, ജനങ്ങളെ കണ്ടാൽ മുഖം തിരിക്കുക ഇല്ലേ. ചിലവർക്ക് ഒത്തോലോട് മാത്രമേ സലാം ചെല്ലുള്ളൂ അല്ലേ. വലിയ കഴിവില്ലാത്തോലാന്ന് തോന്നിയാൽ പോയിക്കോട്ടെ പോകട്ടെ, വണ്ടിയും വഴി എന്നൊക്കെ പറയാം, വിട്ടൂട് എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതൊക്കെ നമ്മളെ കൽബിലുള്ള ഭാഷ കേട്ടോ. കാരണം ഞാൻ ലക്ഷക്കണക്കിന് ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അപ്പം അവരുടെ പ്രയോഗങ്ങളാണ് കേട്ടോ. ചില ആൾക്കാർ ചിലവരെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കൂല, ഓലുണ്ട് പറഞ്ഞാൽ സഹസിരിക്കൂല. ചിലവര് കല്യാണത്തിലൊക്കെ പോയാലേ ഓൽക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പ്രത്യേക മേശ ഉണ്ടാക്കും ഇല്ലേ. എന്നിട്ടും അതല്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പുറത്ത് നോളി എന്തോനോ ഒഴിവാക്കും. അതാണ് ആള് എന്താണോ. ഇതൊന്നും ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓൻ്റെ വേദനയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ സുഹൃത്ത് കയറാൻ കഴിയില്ല. നിങ്ങൾ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ചില കല്യാണത്തിനൊക്കെ ഒരു പുതുക്കം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, പണ്ടോ എനിക്കറിയില്ല, ഞാൻ പറയലില്ല. ഒരു പുതുക്കം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിന് കൂട്ടാൻ പുതുക്കത്തിന് കുറേ പെണ്ണുങ്ങളെ കൊണ്ടുപോകും വണ്ടിയിൽ. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ആരെ കൊണ്ടുപോകും അറിയോ, അത്യാവശ്യം പൈസയുള്ളപോലെ, അത്യാവശ്യം വെളുത്തോലെ, കറുത്തോല് കയറി ഇറക്കും. നിങ്ങളെപ്പോൾ പോണ്ടാറിൻ്റെ ഇറക്കിക്കോളും അല്ലേ. അഹങ്കാരൻ്റെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അറിയില്ല ഇത് സ്വർഗത്ത് പോകാൻ തടസ്സാവുന്നുള്ളത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ കൽബിൻ്റെ ജീവിത അല്ലേ. എൻ്റെ ജീവിതത്തിൽ വരാം, നിങ്ങളുടെ ജീവിതത്തിൽ വരാം. എന്ത് ഇപ്പം നമ്മളുടെ ഹോട്ടലിൽ കയറുകയാണ്, എല്ലാം തല്ലിപ്പൊളികളാണ്. എന്താ തല്ലിപ്പൊളികളുടെ രേഖ? വലിയ മുന്തിയ കുപ്പായൊന്നുമില്ല, ഇത് കളിത്തുണിയൊക്കെ എടുത്ത് തല്ലിപ്പൊളികളാന്ന് തോന്നുന്നുണ്ട്. നമുക്കിവിടെ കയറണ്ട, നമ്മൾ പോവുക അല്ലേ. ഇറങ്ങിപ്പോയില്ലേ. അപ്പം നമുക്ക് മനസ്സിലാവും ഇതാണ് അഹങ്കാരം. അല്ലാണ്ട് നല്ല കുപ്പായ ഇടുന്നതോ നല്ല ചെരുപ്പ് ഇട്ടുണ്ടോ നല്ല കാർ ഉപയോഗിച്ചതോ ഒന്നല്ല. ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് അള്ളാഹ് നമ്മളെന്താ ചോദിച്ചറിയോ, മൻ ഹറമ സീനത്തല്ലാഹില്ലത്തി അഖ്റജൽ ഇബാദി. അള്ളാഹു മനുഷ്യന്മാർക്ക് വേണ്ടി അലങ്കാരമാക്കിയത് ഹറാമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഇതൊക്കെ അള്ളാഹ് അനുഭവിച്ചതാണ്, അതൊക്കെ ഉപയോഗിച്ചോളൂ. പക്ഷേ അഹങ്കാരം വരരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ലുക്മാൻ ഹക്കീം തൻ്റെ മോനോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് മോനെ നീ മുഖം തിരിക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരപൂർവ്വം നടക്കരുത്. ഇപ്പോഴുള്ള ചെറുപ്പക്കാരൊക്കെ കണ്ടന്റ് ഹൗസ് ഇട്ട് നടക്കുന്നൊക്കെ മിക്കവാറും ഏകദേശം തന്നെ ഒരു പ്രത്യേക ചെരുപ്പും ഉണ്ടാവും അല്ലേ. ചെറുപ്പക്കാർ, ചില വയസ്സന്മാരുണ്ട് ആ രോഗപ്പെടാത്തവർ. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോട് നടക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ശേഷം ലുക്മാൻ ഹക്കീം മോനോട് പറയാം,
ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരെ അള്ളാഹ്ക്ക് ഇഷ്ട മോനെ ഇഷ്ടല്ല. വെറുക്കുന്നവരെ പറ്റിയാണ് മൂസാ നബി ചോദിച്ചത്. അതിൻ്റെ ഉത്തരം കേട്ടു. ഏതായിരുന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു വെറുക്കാത്ത മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും വന്നു പോയിട്ടുണ്ട്. അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫضലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ അരുമ മക്കൾക്ക് ഇത്തരം പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് എല്ലാം മാപ്പ് കൊടുത്ത് അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.